ഈ രാവണപ്രഭു സിനിമയില് ശരിക്കും ആരാ വില്ലനെന്നാ നിങ്ങളുടെ വിചാരം? മുണ്ടക്കൽ ശേഖരനും അല്ല, അയാളുടെ മോനും അല്ല, ജാനകിയും അല്ല, സിദ്ദിഖും അല്ല. അപ്പൊ പിന്നെ ആരാ? ശരിക്കും ഇവരില്ലേ? ഇവളറിയോ? റോസിപ്രീതോ? ഇവളാണ് ശരിക്കും രാവണപ്രഭുവിലെ. തുടക്കത്തില് രേവതി, അതായത് ഭാനുമതി, വയസ്സാം കാലത്ത് വയ്യാതായി പണ്ടാരടങ്ങി കിടന്നപ്പം തൃശ്ശൂര് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഇവൾ എന്ത് ചെയ്തു? ആദ്യം കൂട്ടുകാരിയായ ജാനകിയുടെ ആശുപത്രിയിൽ കൊണ്ടുപോകും. പിന്നെ ഈ കഥ പോകുന്നത് തന്നെ മംഗലശ്ശേരിക്ക് വേണ്ടിയിട്ടാണ്. ഈ മംഗലശ്ശേരി എന്തിനാ പണയം വെക്കുന്നത്? ഈ സുഹറയെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ. എന്നാൽ അവള് ഡോക്ടറായോ? അവള് ഡോക്ടറായിട്ട് ആ രേവതിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? അതും ഇല്ല. എന്നാ അതുകൊണ്ട് തീർന്ന. ഈ സുഹറ എന്ത് ചെയ്ത്? വെറുതെ ഇരുന്ന ജാനകിനെ കുത്തിത്തിരിച്ച് മോഹൻലാലിന്റെ അടുത്ത് ഇഷ്ടം ഉണ്ടാക്കി. ഈ മോഹൻലാൽ വെറുതെ ഇരിക്കായിരുന്നു. സിദ്ദിഖ് പറഞ്ഞിട്ട് പോലും പുള്ളി കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇവൾ എന്ത് ചെയ്ത്? ജാനകിക്ക് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് കാർത്തികേയനെ കുത്തിത്തിരിച്ച് കാർത്തികേയൻ പോയി പെണ്ണ് ചോദിച്ച് അവിടെ ആകെ പ്രശ്നമായി. അവസാനം സംസാരിക്കണം എന്ന് പറഞ്ഞ് കാറ് വിടുന്നു. കാറിൽ നീലകണ്ഠൻ കയറുന്നു, നീലകണ്ഠൻ മരിക്കുന്നു. അപ്പൊ ശരിക്കും ആരാണ് ഇതിലെ വില്ലത്തി? ഇനി നിങ്ങൾ കമന്റ് ചെയ്യും.